MSP സമരം. മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിതമായ വർഷം 1921. മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരനാണ് റിച്ചാർഡ് ഹിച്ച്കോക്ക്. മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ MSPയുടെ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആരംഭിച്ച സമരമാണ് MSP സമരം. MSP സമരം ആരംഭിച്ചത് 1946 ഏപ്രിൽ 16-ന്. 1946 ഏപ്രിൽ 24-ന് മദ്രാസ് സർക്കാർ സമരത്തെ അടിച്ചമർത്തി. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൂത്താളി സമരം. കൂത്താളി എസ്റ്റേറ്റിലെ 24,000 ഏക്കർ കൃഷിഭൂമി മലബാർ കളക്ടർ ഏറ്റെടുത്തതിനെ തുടർന്ന് നടന്ന സമരമാണ് കൂത്താളി സമരം. കൂത്താളി സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന കർഷക സംഘം. കൂത്താളി സമരത്തിൻ്റെ മുദ്രാവാക്യം ചത്താലും ചെത്തും കൂത്താളി. കൂത്താളി സമരം നടന്ന പ്രദേശങ്ങൾ ചങ്ങരോത്ത്, ചക്കിട്ടപ്പാറ, കൂരാച്ചുണ്ട്. കൂത്താളി സമരം നടന്ന ജില്ല കോഴിക്കോട് ജില്ല. 1940-50 കാലഘട്ടങ്ങളിലാണ് കൂത്താളി സമരം നടന്നത്. കൂത്താളിയിലെ കർഷകർ തങ്ങളുടെ ഭൂമിയിൽ സമ്പൂർണ്ണ അവകാശം ലഭിച്ചത് 1967-ലെ EMS മന്ത്രിസഭയുടെ കാലത്താണ്. ഒരണ സമരം. വിദ്യാർത്ഥികൾക്ക് ബോട്ട് കടത്ത് കൂലി വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് നടന്ന സമരമാണ് ഒരണ സമരം. ഒരണ സമരം നടന്ന വർഷം 1957. ഒരണ സമരം നടന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല. ഒരണ സമരം നടത്തിയ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് KSU ആണ്. സമരത്തിൽ പങ്കെടുത്ത പ്രധാന രാഷ്ട്രീയ നേതാക്കൾ AK ആൻ്റണി, വയലാർ രവി. അമരാവതി സമരം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങളുടെ പുനരധിവാസത്തിനു വേണ്ടി നടന്ന സമരമാണ് അമരാവതി സമരം. അമരാവതി സമരം നടന്ന വർഷം 1961. അമരാവതി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി AKG. അടുത്തത് ചാലിയാർ പ്രക്ഷോഭം. കേരളത്തിൽ വായുജല മലിനീകരണത്തിനെതിരായി നടന്ന ആദ്യ പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. മാവൂരിലെ ഗ്വാളിയർ റയോൺസ് ഫാക്ടറി ചാലിയാർ പുഴ മലിനമാക്കുന്നതിനെതിരെ ആരംഭിച്ച സമരമാണ് ചാലിയാർ പ്രക്ഷോഭം. ചാലിയാർ പ്രക്ഷോഭം നടന്ന ജില്ല കോഴിക്കോട്. ചാലിയാർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് KA റഹ്മാൻ. അദ്രൈയി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് KA റഹ്മാൻ. മാവൂർ പ്രക്ഷോഭം എന്ന പേരിലും അറിയപ്പെടുന്ന പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. ചാലിയാർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുണ്ടായ കരാറാണ് രാമനിലയം കരാർ. 1974 ഡിസംബർ 16. ചാലിയാർ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് റിലേ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് 1999. സത്യാഗ്രഹത്തിനൊടുവിൽ ഗ്വാളിയർ റയോൺസ് ഫാക്ടറി ഉൽപ്പാദനം നിർത്തിയ വർഷമാണ് 1999. ഗ്വാളിയർ റയോൺസ് ഫാക്ടറി പൂർണ്ണമായും അടച്ചുപൂട്ടിയ വർഷം 2001. അടുത്തത് പ്ലാച്ചിമട സമരം. കൊക്കക്കോളയുടെ ശീതളപാനീയ നിർമ്മാണ യൂണിറ്റിൻ്റെ പ്രവർത്തനം പ്രദേശത്തെ ജലസ്രോതസ്സുകളെ ബാധിക്കുകയും ശുദ്ധജലക്ഷാമവും മലിനീകരണവും രൂക്ഷമായതിനാൽ കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആരംഭിച്ച സമരമാണ് പ്ലാച്ചിമട സമരം 2002. പ്ലാച്ചിമട സമര നായിക മയിലമ്മ. പ്ലാച്ചിമട പ്രക്ഷോഭം നടന്ന ജില്ല പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത്. പ്ലാച്ചിമട സമരത്തിനൊടുവിൽ കൊക്കക്കോള കമ്പനി അടച്ചുപൂട്ടിയ വർഷമാണ് 2004. അടുത്തത് മുത്തങ്ങ സമരം. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ടും നടന്ന സമരമാണ് മുത്തങ്ങ സമരം. 2003 വയനാട് ജില്ലയിലാണ് മുത്തങ്ങ സമരം നടന്നത്. മുത്തങ്ങ സമരം നയിച്ചത് ഗീതാനന്ദനും CK ജാനുവുമാണ്. അടുത്തത് ചെങ്ങറ ഭൂസമരം. പത്തനംതിട്ട ജില്ലയിൽ ഭൂരഹിതരായ ദളിതരും ആദിവാസികളും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളും നടത്തിയ സമരമാണ് ചെങ്ങറ ഭൂസമരം. 2007 ഓഗസ്റ്റ് 4-ലാണ് ചെങ്ങറ ഭൂസമരം നടന്നത്. ചെങ്ങറ ഭൂസമരത്തിൻ്റെ പ്രധാന നേതാവ് ളാഹ ഗോപാലൻ.